ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു മെഷീനെയാണ്. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ കട്ടിംഗ് പ്ലെയർ, നോസ് പ്ലെയർ എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ടാകാം. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേരാണ് അടക്ക പൊളിക്കുന്ന മെഷീൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് അടക്ക പൊളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇനി ഇതുകൊണ്ട് എങ്ങനെ അടക്ക പൊളിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി ഒരു അടക്ക ഒരു കയ്യിലെടുക്കണം. എന്നിട്ട് നമ്മുടെ മെഷീൻ അടുത്ത കയ്യിലെടുക്കണം. എന്നിട്ട് കണ്ടില്ലേ, വെറും 4 സെക്കൻഡ്. ഒന്നുകൂടെ കാണിച്ചു തരാം. അടക്ക എടുക്കുക, അടക്ക പൊളിക്കുന്ന മെഷീൻ എടുക്കുക, ഒരൊറ്റ വലി. സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ഉണങ്ങാത്ത അടക്കയാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് നമ്മുടെ മെഷീൻ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എന്താ പറയുക, ഇതുപോലെ അടക്ക അതിൻ്റെ തൊണ്ടുന്ന് എടുത്തിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പലരും അടക്ക കൃഷി, കവുങ്ങ് കൃഷിയിലേക്കൊക്കെ മാറുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട നല്ലൊരു ഇൻഫർമേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഇതുപോലെ അടക്കയുടെ തൊണ്ട് നിന്നിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന് മാത്രമുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു നൈഫ് യൂസ് ചെയ്തിട്ടോ, ഒരു കത്തി യൂസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ വേറെ വല്ല ഒരു സംഭവം യൂസ് ചെയ്തിട്ടോ ഈ അടക്ക ഇങ്ങനെ മാറ്റുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2-3 മിനിറ്റ്, 2-3 മിനിറ്റിൽ ഒരു അടക്കയുമ്പോൾ നിങ്ങൾക്കൊരു 1 മിനിറ്റ് ഒരു കത്തി യൂസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഈ അടക്കനെ വേറെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു അടക്കയുമ്പോൾ 1 മിനിറ്റ് വരും. പക്ഷെ നമ്മുടെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് അടക്ക എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അടക്കയുമ്പോൾ നമുക്കൊരു 4-5 സെക്കൻഡ് കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും. 1 മിനിറ്റ് പറയുമ്പോൾ 60 സെക്കൻഡ്, നമ്മൾ എടുക്കുന്നത് വെറും 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഏകദേശം 20 മിനിറ്റ് 100 അടക്കയുമ്പോൾ ലാഭിക്കാം. അതാണ് 20 മിനിറ്റോളം നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വെച്ചാൽ ലാഭമാണ്. സംഭവം അത്ര ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് എല്ലാ സംഭവങ്ങൾക്കും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസിനും ഒരു ഭാഗത്ത് ഒരു യൂസ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് വേറൊരു യൂസ് ആയിരിക്കും. പലർക്കും അതറിയില്ല. അപ്പോൾ ആ സംഭവമാണ്. പിന്നെ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു നൈഫ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയ്യിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ പൊളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂള് കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് കുറേ നല്ല സൈഡും ഉണ്ട്, അതേമാതിരി കുറച്ച് ഡേഞ്ചർ സൈഡും ഉണ്ട്. അതേമാതിരി നൈഫ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വാങ്ങിച്ച് ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് എവിടെ വാങ്ങിച്ചാൽ തട്ടിയിട്ട് നമുക്ക് മുറിയാവും. പക്ഷേ ഈ ഒരു സംഭവം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ഷാർപ്പ് എഡ്ജ് ഒന്നുമില്ല. ഈ സംഭവങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും അത്ര ഷാർപ്പല്ല, ഫ്ലാറ്റാണ് ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്ര വലിയ സീനില്ല. കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു, ഏകദേശം 20 മിനിറ്റോളം ഡിഫറൻസ് വരും നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും ഒരു നോർമലി നൈഫ് വെച്ചിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും. ഇനിയിപ്പോൾ അത് പറഞ്ഞത് വിശ്വാസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന അടക്ക പൊളിച്ചത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതിൽ ഏകദേശം ഒരു 120 എണ്ണെങ്കിലും ഉണ്ടാവും. അപ്പം നമ്മൾ 10 മിനിറ്റ് കൂടി ആയിട്ടില്ല. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും എത്ര എണ്ണം നമ്മൾ എടുക്കുന്നു എന്നുള്ളത്. പക്ഷെ എന്നാലും ഏകദേശം ഒരു എമൗണ്ട് നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നമ്മളിവിടുന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പർപ്പസിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിത് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ പല ടൂളുകളുണ്ട്. നമ്മൾ നോർമലി ഒരാൾ യൂസ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുക. ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് പല വർക്കിനും നമ്മൾ ആ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നോർമൽ ഒരാൾ യൂസ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുക. അപ്പോൾ വേണ്ടവർ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു തരാം. ഇതങ്ങനെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.